കാൽക്കുലേഷൻ സ്പീഡ് എങ്ങനെ കൂട്ടാം? ഇനി രണ്ട് ഇമ്പോർട്ടന്റ് പോയിന്റ് ഉള്ളത്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രാക്ടീസാ. ഇതിപ്പോ ഞാനിപ്പോ 5ാം ക്ലാസ് 6ാം ക്ലാസ്സിലായിരുന്ന ടൈമിൽ എന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നല്ല സെറ്റായിരുന്നു. അപ്പൊ ഉള്ള പിള്ളേരെന്ന് പറഞ്ഞാൽ കൂട്ടിയൊക്കെ ചെയ്തിരുന്നു. പക്ഷെ എനിക്ക് ഫുള്ള് ടേബിൾ അറിയായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ കാൽക്കുലേഷൻ സ്പീഡ് അത്യാവശ്യം അവരെ വെച്ച് നോക്കുമ്പോൾ നല്ല സ്പീഡായിരുന്നു. പക്ഷെ നിങ്ങൾ ഒരു 11th 12th ഒക്കെ ആയി കഴിയുമ്പോഴേക്കും എല്ലാവരും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അറിയാം. എല്ലാവരും കുറെ ആഡ് ചെയ്തിട്ടുണ്ട്, സബ്ട്രാക്ട് ചെയ്തിട്ടുണ്ട്, ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടെ പ്രാക്ടീസ് അല്ല വന്നത്. ഇവിടെ വന്നത് രണ്ടാമത്തെ സംഭവമാണ് തിങ്കിങ് പവർ. പേര് ഞാൻ തന്നെ ഇട്ടതാണ്. എന്താണ് തിങ്കിങ് പവർ? തിങ്കിങ് പവർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ചിന്തിക്കുക. അതായത് ഇപ്പൊ അഡീഷൻ സബ്ട്രാക്ഷനിൽ നിന്ന് തന്നെ തുടങ്ങാം. ഹാൻഡ് റൈറ്റിംഗ് ഇത്തിരി ശോകമാണ് ഈ സാധനത്തിൽ. എനിക്ക് എഴുതിയധികം പരിചയമില്ല. എങ്കിലും ഇപ്പൊ മെജോറിറ്റി ആൾക്കാരും വിചാരം എന്ന് പറഞ്ഞാൽ അഡീഷൻ എന്ന് പറഞ്ഞാൽ കൂട്ടുകയും സബ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ കുറയ്ക്കുക എന്നാണ്. സബ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാലും കൂട്ടുക തന്നെയാണ്. അതായത് നിങ്ങൾ നോക്കിയേ, നിങ്ങളെ 100 രൂപയുണ്ട്, 72 രൂപ വേണം ഇതിൽ നിന്ന് കളയണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഇത് മെജോറിറ്റി ആൾക്കാരും ചെയ്യാന്ന് പറയാണ്ടല്ല, എഴുതും മനസ്സിൽ. ഒന്നിലെ മനസ്സിൽ എഴുതും, അല്ലെങ്കിൽ പേപ്പറിൽ എഴുതും. 72 100 അപ്പൊ 2 ഇവിടെ ഇങ്ങനെ പോകും, ഇവിടെ പോയി 8, ഇവിടെ ഇങ്ങനെ 1 9, അങ്ങനെ ഇങ്ങനെയൊക്കെ സാധാ സെയിം സംഭവം. പക്ഷെ അതിന് വരെ നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ച് നോക്കിയേ, 72 രൂപ 100 രൂപ എത്ര കൂട്ടണം? 100ന്ന് 72 കുറയ്ക്കണം എന്നല്ല, 72 100 എന്തോരം കൂട്ടണം? അപ്പൊ അത് നോക്കിയാൽ 8 കൂട്ടി 80 ആയി, 20 കൂട്ടിയാൽ 100 ആയി, പുത്തൊരു 28. നിങ്ങൾ നോക്കിക്കോ, മെജോറിറ്റി നമ്മുടെ ഈ പലചരക്കടയിൽ അവിടെ ഇവിടെയൊക്കെ പോകുമ്പോൾ നോക്കിയോ, പണ്ടത്തെ കടകളിൽ ഭയങ്കര സ്പീഡ് അവരുടെ കാൽക്കുലേഷൻ എന്ന് പറഞ്ഞാൽ അവർ ഈ സംഭവം ഉപയോഗിക്കണത്. നിങ്ങൾ നോക്കുക. അപ്പൊ ഇതാണ് തിങ്കിങ് പവർ. അതായത് ചിന്തിക്കണം. ഓരോരുത്തരും പല രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ചെയ്യണത്. നമ്മളെ പഠിപ്പിച്ച് തന്നേക്കണത് എല്ലാവരെയും പഠിപ്പിച്ച ഒരു ബേസിക് രീതിയുണ്ട്. ബേസിക് രീതി തന്നെ ഇങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടിരുന്ന ബേസിക് ലെവലിൽ തന്നെ നിൽക്കുള്ളൂ. പിന്നെ നമ്മ തന്നെ ചിന്തിച്ച് ഓരോന്ന് ഉണ്ടാക്കണം. ഇപ്പൊ വേറൊരു ക്വസ്റ്റ്യൻ തരാം. 412ന്ന് ഒരു 318 കുറക്കണം. ഇതിപ്പോ നിങ്ങൾ 412 ഇത് മൈൻഡ് ചെയ്യണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ പെടും. 412 318 മൈൻഡിൽ ആലോചിക്കുമ്പോ അത് ശോകമാണ്. പറ്റൂല അങ്ങനെ ചിന്തിച്ചാ. പക്ഷെ ഇവിടെ എഴുതിയാലാ, 412 എഴുതിയാ പിന്നെയും ചെയ്യാം. പക്ഷെ നിങ്ങൾ ഇനിയും ഇങ്ങനെ ആലോചിച്ച് നോക്കിയേ, ഇവിടെ 400 ആയിരുന്നു, ഇവിടെ 300 ആയിരുന്നെങ്കിലാ 100. ഇവിടെ 12ആണ്, 12ന്ന് 18 കുറക്കണം. 12ന്ന് നമുക്ക് 18 കുറക്കാൻ പറ്റില്ല, 12ന്ന് 12 തന്നെ ഉറക്കാം. പിന്നെ ഒരു 6 ബാക്കിയുണ്ട്. ആ 6 100ന്ന് കുറച്ചാ പോരെ? 94. അതായത് ഇപ്പൊ ഞാനിത് പറയണ മനസ്സിലായാലും നിങ്ങൾ ഒന്നും കൂടി എടുത്ത് നോക്കാം. ഇപ്പൊ ഇതിന്റെ മാത്തമാറ്റിക്കൽ പ്രൂഫ് എന്നൊക്കെ പറഞ്ഞാൽ അതായത് നിങ്ങൾ നോക്കിയാൽ 412 400 പ്ലസ് 12 മൈനസ് 300 പ്ലസ് 18 എഴുതിക്കൂടി. ഇങ്ങനെ എഴുതാ. ഇങ്ങനെ ചെയ്യുമ്പോൾ നോക്കിയാൽ 400 മൈനസ് 300 100, 12 മൈനസ് 18 മൈനസ് 6. ഇതാണ് മാത്തമാറ്റിക്കൽ പ്രൂഫ് എന്നൊക്കെ പറഞ്ഞ സംഭവം. ഇതൊന്നും ആവശ്യമില്ല, നിങ്ങൾ ലോജിക്കലി ചിന്തിച്ചാൽ 400ന്ന് 300 കളഞ്ഞാ 100, 12ന്ന് 18 കളയാൻ പറ്റില്ല, 12ന്ന് 12 കളഞ്ഞ അപ്പൊ ഇനി ആ ബാക്കി എത്ര കളയണം? 6 കളയണം. അപ്പൊ 90. ഇങ്ങനെ ചിന്തിക്കണ ഒരാൾക്ക് ഇത് സിമ്പിൾ ആയിട്ട് മൈൻഡ് ചെയ്യാം. നിങ്ങളെ മറ്റേ ട്രഡീഷണൽ രീതി ചെയ്യണ ഒരാൾക്കും മൈൻഡ് ചെയ്യാൻ പറ്റില്ല. മൈൻഡ് ചെയ്യാൻ പറ്റില്ല എന്നല്ല, നല്ല പാടാണ്, ഭയങ്കര ഹാർഡാണ്. അങ്ങനെ ആരും ചെയ്യാറില്ല. കാൽക്കുലേഷൻ സ്പീഡ് എന്ന് പറയുന്ന ആൾക്കാര് അവര് നിങ്ങൾ നോക്കിയോ, അവര് ചെയ്യണം, അവര് ചിന്തിക്കണ രീതി ഭയങ്കര ഡിഫറെന്റ് ആയി. ഇപ്പൊ വേറൊരു ക്വസ്റ്റ്യൻ തരാം. 576ന്ന് 396. നിങ്ങക്ക് സാധാ രീതിയിലും ചെയ്യാം, എങ്ങനെ വേണേലും ചെയ്യാം. പക്ഷെ നിങ്ങൾ നോക്കിയത് ഇങ്ങനെ നോക്കിയേ, ഇപ്പൊ 576, ഇപ്പൊ 500ന്ന് 300 കളയാനായിരുന്നെങ്കിലാ 200. 76ന്ന് 96 കളയാൻ പറ്റോ? ഇല്ല. ഇപ്പൊ 76ന്ന് 76 തന്നെ കളഞ്ഞ് ബാക്കി എത്ര കളയണം? ഇനി ഒരു 20 കളയണം. ആ 20ന്ന് 200ന്ന് കളഞ്ഞാലും പോരെ, 150. ഇനിയിപ്പൊ ഇതൊരു രീതി. ഇനി നിങ്ങക്ക് വേറൊരു രീതി ചിന്തിക്കാം. നിങ്ങൾ നോക്കിയേ, ഇവിടെ ഇപ്പൊ 400 ആയിരുന്നെങ്കിലാ കുറച്ചും കൂടി എളുപ്പമായിരുന്നില്ലേ? ഇപ്പൊ നിങ്ങൾ ഒരു 4 ആഡ് ചെയ്ത്, ഇവിടെ ഒരു 4 ആഡ് ചെയ്ത്, ഇവിടെ ഒരു 4 ആഡ് ചെയ്താല 580 മൈനസ് 400 ആയി. പിന്നെ മനസ്സിലായ? ഇപ്പോഴും 150. മനസ്സിലാണ്ടോ പറയണത്? ഇവിടെ ഒരു 4 ആഡ് ചെയ്തപ്പോ പല രീതികളുണ്ട് ചെയ്യാൻ. ഒന്നും ഒരേ രീതിയൊന്നും അല്ല. ഇപ്പൊ ഒരു 120ന്ന് 18 രൂപ കളയണം. ഇതിപ്പോ എളുപ്പമാണ്. 18 വേണ്ട, നമുക്കൊരു 52 രൂപ കളയണം എന്ന് വിചാരിച്ചോ. 52. ഇപ്പൊ ഇത് നോക്കിയാ നിങ്ങ 120 52 മൈൻഡിൽ എഴുതിയ പണിയാണ് ചെയ്യാൻ, നല്ല പണിയാണ്. മറ്റേ ക്വസ്റ്റ്യൻസ് വെച്ച് നോക്കുമ്പോൾ ഇത് എളുപ്പമാണ്, എങ്കിലും പണിയാണ്. അതിന് വരെ നിങ്ങൾ നോക്കിയത് 52 120 എത്രയാണ്?
52 8 ഏതാ 60 60 40 48 പിന്നെ ഒരു 20 ഏതാ 68 കണ്ടാ ഒരു ഭയങ്കര വ്യത്യാസം ഉണ്ട് അത്. നിങ്ങൾ ഇതിപ്പോ പ്രാക്ടീസ് ഇല്ലാത്തതുണ്ടോ, ഫസ്റ്റ് ചെയ്യുമ്പോ എല്ലാ കാര്യവും സ്ലോ. പക്ഷെ ഇങ്ങനത്തെ ഒരു രീതിയിൽ ചിന്തിച്ചു നോക്കിയാൽ കാര്യങ്ങൾ കുറച്ചും കൂടി എളുപ്പമാണ്. ഇപ്പൊ ഇവിടെ ഇപ്പൊ സബ്ട്രാക്ഷനിൽ ഞാൻ 2-3 മെത്തേഡ് പറഞ്ഞു തന്നു. ഇത് ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കണത് ഇത് കണ്ടിട്ട് ഓ എനിക്ക് 2-3 പുതിയ ട്രിക്ക് കിട്ടി കൊള്ളാം സൂപ്പർ എന്നും പറഞ്ഞുകൊണ്ട് പോകാനല്ല. ഇതേപോലെ നിങ്ങൾ സ്വയം ചിന്തിക്കുക, എല്ലാ കാര്യങ്ങളും നിങ്ങൾ സ്വയം ചിന്തിക്കുക. ഇനിയിപ്പോ നമുക്കിനി ഇതാണ് അഡീഷനിൽ പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ള സാധാ മെജോറിറ്റി ആൾക്കാരും സ്പീഡാണ്. സബ്ട്രാക്ഷനിലാണ് പ്രശ്നം വരാറ്. ഇനി മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ തരാം, നോക്കട്ടെ. 4 × 8 × 7 × 25 ഇതൊരു 30% ആൾക്കാർ ഞാൻ ചെയ്യണ രീതി ചെയ്യണ്ടാവും. അതായത് നോക്കിയ ചിലവരില്ലേ, ഞാൻ പറയാം നോർമൽ ആൾക്കാർ ചെയ്യണത്, അതായത് ഒരു തരി പോലും ബ്രെയിൻ ഉപയോഗിക്കാത്തവര് ചെയ്യണമെന്ന് പറഞ്ഞത്. 4 × 8 32, അതേ × 7 അതേ 25. ഭയങ്കര മണ്ടത്തരം. ആ സമയം നിങ്ങൾ നോക്കിയത് ഈ പാറ്റേൺ ഒക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടണം. 4 × 25 100, 8 × 7 56, അപ്പൊ 56 × 100 5600. ഇവിടെ നമ്മൾ ഉപയോഗിച്ച അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ആണ്. ഇതൊന്നും സത്യം പറഞ്ഞാൽ എനിക്ക് അത്ഭുതമാണ്. കാരണം കുറെ പേരൊന്നും ഇപ്പോഴും +2 ആയിട്ട് പോലും ഇങ്ങനൊന്നും ചിന്തിക്കണം, ഇങ്ങനൊന്നും ചെയ്യണല്ല. എല്ലാം ഞാൻ ഡയറക്റ്റ് പണ്ട് ഇങ്ങനെ പഠിപ്പിച്ചന്ന് അതേപോലെ തന്നെ ഇരുന്ന് ചെയ്യണം. ഇപ്പൊ ഞാൻ ഒരു പ്രാവശ്യം കടയിൽ പോയപ്പോ എന്താ പറയാ ബാൻഡേജ് വാങ്ങണം. എനിക്ക് ബാൻഡേജ് വാങ്ങണേന് ഒരു ബാൻഡേജിന് ഏകദേശം ഒരു 2.5 രൂപയാണ്. 2 രൂപ 5 പൈസയാണ്. 12 ബാൻഡേജ് വാങ്ങണം. ഇതിങ്ങനെ ഞാൻ കടയിൽ പോയി, ഇത് ഞാൻ ശരിക്കും പോയതാണ്ടാ. ശരിക്കും ഇങ്ങനെ കടയിൽ പോയപ്പോ ഇത് ആ ചേച്ചി എടുത്തു തന്ന്. ആ ചേച്ചി അപ്പൊ കൂട്ടണുണ്ട് 12 ബാൻഡേജ്. അപ്പൊ ഒരു ബാൻഡേജ് 2.5 ആണെങ്കിൽ 12 ബാൻഡേജിന് എത്രയാണ്? ആ ചേച്ചി ഇരുന്ന് കൂട്ടിയിട്ട് ആ ചേച്ചി ഫസ്റ്റ് മൈൻഡ് കൂട്ടാൻ നോക്കി, നടന്നില്ല. ഞാൻ പറയാം ആ ചേച്ചി എന്തായാലും കൂട്ടിയേക്കണത് 12 × 2.5 ആയി. അതായത് ഇത് വരുമ്പോ 12 × 25/10. മെജോറിറ്റി ആൾക്കാർ ഇങ്ങനെ ചെയ്യാം. 25 × 12 എത്രയോ ആണ്. എന്നിട്ട് അതിനൊരു 10 അങ്ങോട്ട് കളയാം. പക്ഷെ ഇത് ഭയങ്കര പാടാ. നിങ്ങൾ ആ സമയം നോക്കി ഇങ്ങനെ ചിന്തിച്ച് നോക്കിയേ. 10 ബാൻഡേജിന് 25 രൂപ, 2 ബാൻഡേജിന് 5 രൂപ, 12 ബാൻഡേജിന് 30 രൂപ. അതായത് ഈ ഒരു കടയിൽ പോയി ഈ ഒരു സംഭവം നടന്നപ്പോഴാണ് എനിക്ക് ഈ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി എന്തെന്നാണ് എത്തിയത്. എല്ലാ പ്രോപ്പർട്ടി ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് 1 വെച്ച് എന്ത് ഇൻറ്റു ചെയ്താലും അത് തന്നെ. അഡിറ്റീവ് ഇൻവേഴ്സ് 0 വെച്ച് എന്ത് കൂട്ടിയാലും ആ നമ്പർ തന്നെ. പിന്നെ എന്തെന്ന് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഞാൻ പറഞ്ഞു, മറ്റേ ഫസ്റ്റ് ഈ കണ്ട ക്വസ്റ്റ്യൻ, അത് ഒരുവിധം പേരൊക്കെ ഉപയോഗിക്കണം തന്നെയാണ്. ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ഒരാൾ ഉപയോഗിക്കണം. ഞാൻ ഉപയോഗിച്ചിരുന്നില്ല. ഞാനൊരു 12th പകുതിയൊക്കെ ആയപ്പോഴാണ് ഞാൻ ഇങ്ങനെ ചെയ്ത് തുടങ്ങി. ഇങ്ങനെ ചെയ്യുമ്പില്ലേ നല്ല എളുപ്പമാണ്. മൈൻഡ് ചെയ്യാം മിക്ക ക്വസ്റ്റ്യനും. അതായത് ചിലവരെ എനിക്ക് അത്ഭുതമാണ്. ചില കൂട്ടണല്ല മൾട്ടിപ്ലിക്കേഷൻ മൈൻഡ് ചെയ്യും. അവന്മാര് ചെയ്യണം എന്ന് പറഞ്ഞ ഈ സംഭവമാണ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി. അതായത് ഇപ്പൊ 18 × 32 ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? 18 × 32 ആലോചിക്കണമെങ്കിൽ ചെയ്യല് ഭയങ്കര ടാസ്കാ. ആ സമയം നോക്കിയാൽ നിങ്ങൾ 18 × 30 + 2. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ 3 × 8 എത്ര? 4 2 6 4 0 + 2 × 38 36. 676. സോറി, ഇവിടെ 6 അല്ലല്ലോ 5 അല്ലേ? അപ്പൊ 576. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ മൈൻഡ് ചെയ്യാം. 560 36 ഒന്നും മൈൻഡിൽ കൂട്ടണ ഇത്ര പണിയൊന്നല്ല. 18 × 32 മൈൻഡിൽ കൂട്ടാന്ന് പറഞ്ഞാൽ ഇത് ഇത്തിരി ടാസ്കാ. ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഇത് ഒരു രീതി. ഞാൻ പറഞ്ഞല്ല, കാൽക്കുലേഷൻ എന്ന് പറഞ്ഞാൽ ചിന്തിക്കുക എന്നുള്ളതാണ്. പല രീതിയിലും ചെയ്യാം. ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ തലതിരിച്ചും ചെയ്യാം. അതായത് 32 × 20 - 2 എന്നും ചെയ്യാം. ഇത് എളുപ്പമാണ്. പക്ഷെ ഇത് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. കാരണം എന്താണെന്ന് അറിയോ? മെജോറിറ്റി പിള്ളേർക്കും അഡീഷൻ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം പക്കയായിരിക്കും. സബ്ട്രാക്ഷൻ അത്ര ഒരു സുഖമുള്ളതായിരിക്കൂല. അതുകൊണ്ട് മാക്സിമം അഡീഷന്റെ രീതി ചെയ്യാം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. മറ്റേ സബ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ അത് അഡീഷന്റെ രീതി ചെയ്യാം. അപ്പൊ കുറേ കൂടി എളുപ്പമായിരിക്കും. വേറൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിയേ. 14 × 27. ഇതിപ്പോ നിങ്ങൾക്ക് 14 × 20 + 7 സ്പ്ലിറ്റ് ചെയ്യാം. ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യരുത്. ഇത് ഭയങ്കര പണിയാണ് ചെയ്യാൻ. 7 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ അത്യാവശ്യം ശോകമാണ്. സമയം 27 × 10 + 4 എന്നാണെങ്കിൽ എളുപ്പമാണ്. ഇതാണ് കാൽക്കുലേഷൻ എന്ന് പറഞ്ഞാൽ. ഇതാണ് നമ്മ സ്വയം ചിന്തിക്കുക, എങ്ങനെ എളുപ്പം ചെയ്യാം. എന്നിട്ട് അതിനനുസരിച്ച് ചെയ്യാം. ഇപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോ
10×27 270. 4×27 എത്ര? 8 2 4 108. അപ്പൊ കിട്ടി 378. ഭയങ്കര സിമ്പിളാണ് ഇത്. ഞാൻ പറയട്ടെ, ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത്തിരി ഷോവായിട്ട് തോന്നും, പക്ഷെ പ്രാക്ടീസ് ചെയ്യാ സെറ്റ് ആയിരിക്കും. പിന്നെ ഡിവിഷൻ എന്ന് പറഞ്ഞാ ഇപ്പൊ ഒരു 624/25 വന്ന് ഇവിടെ ചിലവര് ഇത് 25 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പോകും. പക്ഷെ അപ്പൊ തന്നെ നിങ്ങക്ക് കത്തണം, ഇത് 4 വെച്ച് ഇൻറ്റു ചെയ്താ എത്ര? 100 അടിയിൽ ഇങ്ങനെ 100 200 300 60 10 20 ഇങ്ങനെയൊക്കെ ആക്കാൻ പറ്റണേ അതാക്കണം. അപ്പൊ അത് ഭയങ്കര എളുപ്പമാണ് ഇവിടെ കാര്യങ്ങൾ. ഇനിയിപ്പൊ നിങ്ങൾ ഇത് ഇൻറ്റു ചെയ്താ ഡിവൈഡ് ചെയ്യണ അത്ര പണിയൊന്നുമില്ല. ഇൻറ്റു ചെയ്യാം. 4×4 6 1 4 2 8 1 9 4 24 അങ്ങനെ ഇവിടെ അത് വരും. അപ്പൊ അത് വന്നിട്ട് ഇത് ചെയ്യുമ്പോൾ ആ 2 പോയിന്റ് മാറ്റിക്കുത്തി 24 പോയിന്റ് സംതിങ് ആയി. ഓക്കെ. പിന്നെ ഡിവിഷനിൽ നിങ്ങൾ മെയിൻ ആയിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അപ്രോക്സിമേഷനാ. അതായത് ഇപ്പൊ 200 400 എന്നൊക്കെ പറഞ്ഞിപ്പോ എന്താ പറയാ, ഒരു ക്വസ്റ്റ്യൻ 896/25. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളില്ലേ 896/25 എന്ന് പറഞ്ഞ് ചെയ്യാൻ പോയാണ്ടല്ലോ പണിയാണ്. പക്ഷെ ആ സമയം ഇത് നമുക്ക് അങ്ങോട്ട് ഒരു 1000 ആയിട്ട് എടുക്കാം. അപ്പൊ നിങ്ങളുടെ ഉത്തരം എത്ര? ഏകദേശം 40 896/25. ഇത് ഏകദേശം 40 അപ്പൊ നിങ്ങക്ക് ഇപ്പൊ ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ ഉണ്ടെങ്കിൽ അപ്രോക്സിമേഷൻ വർക്കാവുള്ളൂ കേട്ടോ, അല്ലാണ്ട് ന്യൂമറിക്കലി കൊണ്ടുപോയി ചെയ്യരുത്. അപ്പൊ നീ നോക്കിയേ, ഒരു ഓപ്ഷൻ എത്ര? 22. രണ്ടാമത്തെ ഓപ്ഷൻ ഒരു ബി ഒരു 28. മൂന്നാമത്തെ ഓപ്ഷൻ ഒരു സി 30. നാലാമത്തെ ഓപ്ഷൻ ഒരു ഡി 35. നിങ്ങക്ക് സുഖമായിട്ട് ഇത് ടിക്ക് ചെയ്യാം, വലിയ പണിയൊന്നുമില്ല. ഇത് 896/25 ഞാൻ നിക്കണ നേരം കൊണ്ട് ചെയ്യാം. പക്ഷേ ഇവിടെ ഇപ്പൊ ഈ സി ഇല്ലേ, ഈ സിക്ക് പകരം 42 അപ്പൊ ഇല്ലേ ചില ബുദ്ധിയുള്ളവരല്ല, ബുദ്ധി ഇല്ലാത്തവര് എന്ത് ചെയ്യും? അതെ 40 അടുത്ത് 42 എന്നും പറഞ്ഞ് ടിക്ക് ചെയ്തോണ്ടോ. പൊട്ടത്തരമാണ്. നിങ്ങൾ നോക്കിയതേ, നിങ്ങൾ 896 ന്യൂമറേറ്റർ കൂട്ടിയാ എന്താ സംഭവിക്കുക? നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ ഒറിജിനൽ ആൻസറിനേലും കൂടും. ശരിക്കും റിയൽ ആൻസർ എന്തെന്നാ? റിയൽ ആൻസർ എന്ന് പറയുന്നത് 40 കുറവാ. റിയൽ ആൻസർ എന്ന് പറയുന്നത് 40 കുറവാ. ഇതാണ് റിയൽ ആൻസർ. എക്സ് ആണെങ്കിൽ അത് 40 കുറവായിരിക്കും. അതായത് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കാം, 1/2. ഈ ഒന്നിന് നിങ്ങൾ 100 ആക്കിയാലാ? 100/2 ആക്കി എന്ത് കിട്ടി? 50 കിട്ടി. പക്ഷെ നിങ്ങൾക്ക് കിട്ടേണ്ട ആൻസർ 1/2 എന്തെന്നാ? അരയാണ്. കുറവാ. റിയൽ ആൻസർ കുറവാ. ഇപ്പൊ ഇവിടെയും ന്യൂമറേറ്റർ നമ്മൾ കൂട്ടിയേക്കണം. ന്യൂമറേറ്റർ കൂട്ടിയാൽ 40ന്റെ അടിയിലായിരിക്കും ഉത്തരം വരാം. അതാ എപ്പോഴും 35. അപ്പൊ അതൊക്കെ ഒന്ന് നോക്കണം. അപ്പൊ വീഡിയോന്റെ ഉദ്ദേശം ഇത്ര ഉണ്ടായുള്ളൂ. നിങ്ങ ചിന്തിക്ക. മെജോറിറ്റി പ്രോബ്ലങ്ങളുടെയും പ്രശ്നം എന്ന് പറഞ്ഞാണ്ടല്ലോ, നിങ്ങൾ ചിന്തിക്കണമെന്നുള്ള. ഇപ്പൊ കുറെ പിള്ളേരുണ്ട് പഠിച്ചിട്ട് കിട്ടണമെന്ന് പറഞ്ഞിരിക്കണവര്. അവരുടെ പ്രശ്നം ചിന്തിക്കാത്ത. പഠിച്ചിട്ട് കിട്ടണമെങ്കിൽ എന്താണ്, എവിടെയാണ് എന്റെ പോയേക്കണ, എന്താണ് പ്രശ്നം എന്ന് നോക്കിയാൽ അത് പരിഹരിക്കുക. അല്ലാണ്ട് പഠിച്ചിട്ട് കിട്ടാനുള്ള കഴിവില്ല എന്ന് പറഞ്ഞ് നടക്കാൻ ഭയങ്കര എളുപ്പമാണ്. അപ്പൊ ഞാൻ ചിന്തിക്കുക. ഇപ്പൊ ചില പിള്ളേരുണ്ട് 12th കഴിഞ്ഞിട്ട് ഒരു കൊല്ലം എൻട്രൻസിന് റിപ്പീറ്റ് ചെയ്യാൻ നടക്കണവര്. അപ്പൊ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കാം, ഈ 10ാം ക്ലാസ്സും 11ാം ക്ലാസ്സും മുതൽ ഈ എൻട്രൻസ് പഠിക്കണവന്മാരെന്തേ മണ്ടന്മാരാണ് അവന്മാര്? സ്വയം ചിന്തിക്കുക. അത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടേ കമന്റ് ചെയ്യാം. ഓക്കെ.